ഹായ് ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ കൃഷിത്തോട്ടം ഒന്ന് കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നീലൻ മുളക്, ഇതിൻ്റെ ഇലയും മുളകും നീല നിറമായിരിക്കും കേട്ടോ. നല്ല ഉരുണ്ടിട്ട് ശരിക്കും മുളകുണ്ടാവും. അടുത്ത് വന്നിട്ട് ആനക്കൊമ്പൻ വെണ്ടയാണ് കേട്ടോ. ഇതിപ്പോൾ കുറേ വിളവൊക്കെ എടുത്തതിന് ശേഷമുള്ള വെണ്ടയ്ക്കാണ്. ഒരുപാട് വലുതാവും, ആനയുടെ കൊമ്പിൻ്റെ ഷേപ്പ് പോലെ നല്ല സൈസ് ഉണ്ടാവും. 2 വെണ്ടയ്ക്കാണെങ്കിൽ നമുക്ക് കറി വയ്ക്കാൻ ഉണ്ടാവും കേട്ടോ. അടുത്തായിട്ട് വന്നിട്ട് മീറ്റർ പയറാണ് കേട്ടോ. മീറ്റർ പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയർ 1 മീറ്ററോളം നീളം ഉണ്ടാവും. ഇത് പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, നല്ല വലുതാവും കേട്ടോ. 1 മീറ്ററോളം നീളം ഒരു പയറുണ്ടാവും. പിന്നെ അടുത്ത് വന്നിട്ട് വഴുതനയാണ്. ഈ വഴുതനയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നിറമാണ് കേട്ടോ. ഒരു പർപ്പിൾ കളറും ഒരു ഇളം പച്ച കളറുള്ളതാണ് കേട്ടോ. ഇത് നല്ല വലുതാവും, നല്ല നീളം വയ്ക്കും. പിന്നെ അടുത്ത് വന്നിട്ട് വലിയ സൈസ് നാവില്ല കേട്ടോ, ഉരുണ്ടിട്ടുള്ള പച്ച നിറം മാത്രമുള്ള വഴുതനയാണ്. അടുത്ത് വന്നിട്ട് തക്കാളിയാണ് കേട്ടോ. ഇതിൽ കുറേ തക്കാളി പിടിച്ചിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും കായ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വിളവെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വിളവെടുക്കാൻ വേണ്ടി വീണ്ടും തക്കാളി നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനും ചെറുതായിട്ട് പൂവൊക്കെ വന്ന് ചെറിയ രീതിയിൽ കായ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കത്തിരിക്കയാണ്, ചെറുതാണ്, പിടിച്ച് തുടങ്ങിയിട്ടില്ല. അടുത്ത് വന്നിട്ട് നാരകമാണ്. ഇതിൽ ശരിക്കും നാരങ്ങയാണ് കേട്ടോ. ഇത് അച്ചാർ ഇടുന്ന ടൈപ്പ് നാരങ്ങയാണ്, അല്ലാതെ നമ്മൾ പിഴിഞ്ഞ് കുടിക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. ശരിക്കും ഇത് വലുതാവും. അടുത്ത് വന്നിട്ട് നമ്മുടെ റംബൂട്ടാനാണ്. ഈ തവണ ശരിക്കും പൂവ് വന്ന് കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മലക്കര മുളകാണ്, പച്ചമുളകില്ലേ, അതാണ്. അതും ശരിക്കും മുളകുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിൽ കൂടുതലും നാടൻ വളങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.